എംസി റോഡിൽ വീണ്ടും തുടർച്ചയായി 1 മണിക്കൂറിനിടെ രണ്ടാമത്തെ വാഹന അപകടം റിപ്പോർട്ട് ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് വാളകം ജംഗ്ഷനിലാണ്. വാളകത്ത് ഈ അല്പസമയം മുമ്പാണ് ഈ കിയയുടെ കാറ് ഈ ഒരു ഷോപ്പിലേക്ക് ഇടിച്ചു കയറിയത്. ഏതായാലും ഈ സംഭവം നടക്കുമ്പോഴൊക്കെ തന്നെ ദൃക്സാക്ഷിയായിരുന്ന ഒരു കുട്ടിയാണ് കൂടെയുള്ളത്. മോനെ ശരിക്കും എന്താ കണ്ടത്? ഞങ്ങളെല്ലാം ഇവിടുന്ന് കാര്യം പറഞ്ഞത് ഈ പിടിച്ച ഇവിടെ ഇന്ന് കാര്യം ചേർക്കാനായിട്ട് കാര്യം പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴത്തെ അപ്പുറത്തേക്ക് നിന്ന സമയത്ത് ഞാൻ ഈ ഐസ്ക്രീം തിന്നോണ്ടിരുന്നു. അപ്പൊ ജസ്റ്റ് എന്ത് ഭാഗത്തിന് എന്റെ ഭാഗത്തോടെ ഒരു കാറ്റ് വീശുന്നതാണ്. അന്നപ്പം ഈ കൊച്ചി ഇവിടെ ഇരിക്കുന്നു. ആൾക്കാരെല്ലാം അപ്പുറത്തേക്ക് വരുന്നു. അപ്പൊ സമയത്ത് ഈ കൊച്ചി ഈ സൈഡിൽ ഇത്രയും ഭാഗത്ത് ഒരു കൊച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചി വണ്ടിയുടെ ഈ അടിഭാഗം ആ കൊച്ചിന്റെ മണ്ട കയറി ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ വന്നിട്ട് പിടിച്ചു വെക്കും. അപ്പൊ ഈ കമ്പി എല്ലാം കൂടെ ഈ സൈഡിൽ കയറി കുഞ്ഞു നിൽക്കും. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ വന്ന് ഇവിടുത്തെ നിയന്ത്രണം വിട്ട് വന്ന് കയറുകയാണ്. നിയന്ത്രണം പറ്റും. അമിത വേഗതയിലായിരുന്നു. നല്ല വേഗതയാണ്. അവിടെ സ്കൂട്ടി പിടിച്ചിട്ട് ഈ കമ്പി എല്ലാം കൂടെ വന്ന് തങ്ങി കയറി എടുക്കാൻ പറ്റില്ല. പിന്നെ കൊച്ചിനെ എടുക്കാൻ പറ്റില്ല, വലിച്ചെടുക്കാൻ പറ്റില്ല. ഈ കാറിന്റെ ഈ അടിഭാഗം ഗുരുതരമായ പരിക്കാണോ? കൊച്ചി ജസ്റ്റ് കണ്ണ് ഉറങ്ങിയിരിക്കുകയാണ്. ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ചെറുതായിട്ട് നില കളിക്കുന്നത്. ചെറുക്കൻ്റെ കാലിന് കുഴപ്പമുണ്ട്, കൈക്ക് കുഴപ്പമുണ്ട്. എന്നിട്ട് ഈ നാട്ടുകാരെല്ലാം വന്നിട്ട് ഈ കാറിനെ പിടിച്ച് ബാക്കിലോട്ട് ആക്കിയിട്ട് ശേഷമാണ് ഈ കൊച്ചി ഡ്രൈവർ ആ സമയത്ത് ഡ്രൈവറിനെ പിന്നെ കണ്ടില്ല. വന്ന് ഇടിച്ച് കയറിയ സമയത്ത് ഡ്രൈവറിനെ കണ്ടില്ല. ഡ്രൈവറെ അവിടെ ഏത് സമയത്ത് പോയോ ഇല്ലെന്ന് അറിയത്തില്ല. ടെൻഷൻ കാണണം, പോയോ ഇല്ലെന്ന് അറിയത്തില്ല. നാട്ടുകാർ അപ്പനെല്ലാം കൂടിയില്ല. കൊച്ചിനെ വന്നിട്ട് എടുത്ത് അന്നേരം ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ മോൻ ഉൾപ്പെടെ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ നിന്ന് ഒരു നാല് പേരേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും സൈഡിൽ നിൽക്കും. ആ ഒരു തരിപ്പിൽ തന്നെ നടുക്കത്തിൽ തന്നെയാണ് ആ കുട്ടി അധികം ഒന്നും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. ഏതായാലും ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് മാറ്റുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എംസി റോഡിൽ കഴിഞ്ഞ 1 മണിക്കൂറിനിടെ നടക്കുന്ന രണ്ടാമത്തെ അപകടം തന്നെയാണ്. അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന്റെയും കാരണം. ഇപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഡ്രൈവർ ഇതിനുശേഷം എവിടെ പോയി എന്നറിയില്ല എന്ന് പറയുന്നു. 4ഓളം കുട്ടികൾക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്.